ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. രൂപം നഷ്ടപ്പെട്ടതിന് രൂപം നൽകിയതും ശൂന്യതയെ സ്നേഹം കൊണ്ട് നിറച്ചതുമാണ് സൃഷ്ടികർമ്മം. കാലങ്ങൾക്ക് ശേഷം ജെറമ്യാ പ്രവാചകൻ പറയുന്നു, ഭൂമി രൂപരഹിതവും ശൂന്യവുമായി തീർന്നിരിക്കുന്നു. ഞാൻ ആകാശത്തേക്ക് നോക്കി, അതിൻ്റെ പ്രകാശം കെട്ടുപോയിരിക്കുന്നു. ക്രമം നഷ്ടപ്പെട്ടതും ശൂന്യവുമായതിനെ സ്നേഹം കൊണ്ട് നിറയ്ക്കുകയും എല്ലാം ക്രമത്തിലേക്ക് സ്ഥാപിതമാക്കുകയും ദൈവം ചെയ്തു. ഇനി പ്രപഞ്ചത്തിൻ്റെ തെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ആ ക്രമം വീണ്ടും നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ്. മഴ നിലയ്ക്കുന്നു, കളകൂജനങ്ങൾ കേൾക്കാതെയാകുന്നു, പ്രകൃതിയുടെ താളം തെറ്റുന്നു, ജീവിതത്തിൻ്റെ താളം തെറ്റുന്നു. ഇനി ഈ ക്രമത്തിലേക്ക് തിരിച്ചു വരാനുള്ളതാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ധ്യാനം. ഒടുവിൽ ക്രിസ്തു ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞതും ഇത് തന്നെയല്ലേ? അവരുടെ ആത്മാവ് സന്നദ്ധം, പക്ഷേ ശരീരം ദുർബലം. ആത്മാവ് സന്നദ്ധം, പക്ഷേ ശരീരം ദുർബലം. ആത്മാവ് ആഗ്രഹിക്കുന്നത് മനസ്സിന് നിറവേറ്റാനാകുന്നില്ല, ശരീരം പ്രവർത്തിക്കുന്നില്ല. ആത്മാവും മനസ്സും ശരീരവും തമ്മിലുള്ള സമഗ്രത നേടുന്നതാണ് ഇനി ജീവിതത്തിൻ്റെ മുഴുവൻ അധ്വാനവും. ഒരു ക്രമത്തിലേക്ക് തിരിച്ചു വരിക. ഞാൻ എന്നിൽ നേടിയെടുക്കുന്ന ക്രമത്തിലൂടെ എനിക്ക് ചുറ്റും ഒരു ജീവിതം രൂപപ്പെടുന്നു. ഒരു കൊച്ചുകുട്ടി അപ്പൻ്റെ അടുക്ക് ഓടുമെന്ന് പറയുന്നു, അപ്പ കളിക്കാൻ വാ. ഒരുപാട് ജോലി തിരക്കുള്ള അപ്പൻ ഈ കുട്ടിയെ ഒന്ന് ഒഴിവാക്കാനായിട്ട് ഒരു സൂത്രം പ്രയോഗിച്ചു. ഭിത്തിയിൽ തൂക്കിയിരുന്ന വേൾഡ് മാപ്പ് പല കഷ്ണങ്ങളായി കീറി വാരി വിതറി. ഇതാണ് ആദ്യത്തെ കളി. ഈ രാജ്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുക. ഇന്ത്യയുടെ സ്ഥലത്ത് ഇന്ത്യ, ചൈന, അമേരിക്ക എല്ലാം. 4.5 വയസ്സുള്ള ഈ പയ്യൻ ഇതെങ്ങനെ അറേഞ്ച് ചെയ്യാം? മകനെ അങ്ങോട്ട് വിട്ടിട്ട് അപ്പൻ ജോലി തുടർന്നു. വളരെ പെട്ടെന്ന് തന്നെ മകൻ തിരിച്ചെത്തി. അപ്പാ അത് കഴിഞ്ഞു, വാ. അപ്പൻ അത്ഭുതത്തോടെ നോക്കി. വേൾഡ് മാപ്പ് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ, ചൈന, എല്ലാ രാജ്യങ്ങളും. അത്ഭുതത്തോടെ നോക്കിയ അപ്പനോട് മകൻ പറഞ്ഞു, ഇത് വളരെ സിമ്പിളാണ്. ഇതിൻ്റെ മറുഭാഗത്തൊരു മനുഷ്യൻ്റെ പടമുണ്ടായിരുന്നു. ഞാൻ അയാളുടെ കൈയും കാലും തലയും ഒക്കെ നേരെ വെച്ചു. എന്നിട്ട് അത് തിരിച്ചു വെച്ചപ്പോൾ വേൾഡ് റെഡിയായപ്പ. ഇതാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ എന്നെ ക്രമപ്പെടുത്തി കഴിയുമ്പോൾ എനിക്ക് ചുറ്റും ഒരു പരിസരം ക്രമപ്പെടുന്നു. രൂപരഹിതമായതിന് രൂപം നൽകിയതും ശൂന്യതയെ സ്നേഹം കൊണ്ട് നിറച്ചതുമായ ആ പ്രക്രിയയിലേക്ക് നമ്മളും തിരിച്ചു വരണം, ഒരു ക്രമപ്പെടുത്തലിലൂടെ. സ്നേഹപൂർവ്വം.